ജഗന്റെ കാർ വന്ന് പുറത്ത് ബ്രേക്ക് ഇട്ട് നിന്നു. പരിചയമില്ലാത്ത കാർ കിടക്കുന്നത് കണ്ട് ജഗനൊന്ന് നോക്കി. അകത്തേക്ക് കയറി ചേച്ചിയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ടിജോയെ കണ്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആരെടാ നിന്നോട് എൻ്റെ വീട്ടിൽ കയറാൻ പറഞ്ഞത്? ആക്രോശിച്ചുകൊണ്ട് ജഗൻ കയ്യിലിരുന്ന കവർ താഴേക്കിട്ട് ടീച്ചറെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഒന്നടങ്ങ് മാഷേ, ഞാൻ വന്നതല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് കണ്ടിട്ട് പോകാൻ. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടി വന്നതാണ്. ബാക്കി വഴിയറിയാം. ടീച്ചോ അതേ ചിരിയോടെ പറഞ്ഞു. അമ്മയും മകനും ഇപ്പം ഇറങ്ങിക്കണം ഇവിടെ നിന്നും. ജഗൻ അവനെ ശക്തിയിൽ പിന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു. എടാ, നീ എന്ത് വിവരക്കടാ പറയുന്നത്? എൻ്റെ അനിയത്തിയും മകനും എന്നെ കാണാനാണ് വന്നത്. അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്കാരാ അധികാരം തന്നത്? നിർമ്മല മകൻ്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു. ദേ അമ്മേ, കഥയറിയാതെ ആട്ടം കാണരുത് കേട്ടോ. ഇവൻ നല്ല ഉദ്ദേശത്തോടെ ഒന്നുമല്ല ഇവരെ കൂട്ടി ഇവിടേക്ക് വന്നത്. അത് ഞാൻ അറിഞ്ഞതാണ്. മര്യാദയ്ക്ക് പോക്കണം ഇവിടെ നിന്നും. ബന്ധം പുതുക്കാൻ വന്നിരിക്കുന്നു. നാണല്ലേ നിങ്ങൾക്ക്? വർഷങ്ങൾക്ക് മുൻപ് കണ്ടോടെ പിന്നാലെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ കയറി വന്നിരിക്കുന്നു. പുച്ഛത്തോടെ വിമലയെ നോക്കി പറഞ്ഞു ജഗൻ. അതെ, ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരികെ പോകാനും ഞങ്ങൾക്കറിയാം. അല്ലാതെ ഉണ്ടുറങ്ങി ഇവിടെ കിടക്കാൻ വന്നതല്ല. പിന്നെ ഇപ്പം ഞാനും അമ്മയും വന്നത് ഒരു വഴക്കിനല്ല, എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. ഇനിയും ഒരു വരവ് കൂടി എനിക്ക് വരേണ്ടി വരും. അന്ന് നിൻ്റെ ഈ മുഖം എനിക്കൊന്ന് കാണണം. ശരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച. ജഗനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ടീച്ചർ. നീ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ തൃശ്ശൂരിലേക്ക് നിനക്ക് മടങ്ങിപ്പോകുണ്ടാകില്ല കേട്ടോടാ. ജഗൻ ദേഷ്യം കൊണ്ട് വിറച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ലക്ഷ്യം. അത് വഴിയെ മനസ്സിലാക്കി തരാം. വാ പോകാം. അമ്മയെ നോക്കി പറഞ്ഞിട്ട് ജോ പുറത്തേക്ക് നടന്നു. പിന്നാലെ വിമലയും. നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നുവെന്ന്. കാറിനടുത്ത് നിന്നും ടീച്ചർ ജഗനെ നോക്കി വിളിച്ചു പറഞ്ഞു. നീ അധികം നീളിക്കണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ജഗനും പറഞ്ഞു. ടീച്ചർ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. മോനെ, വെറുതെ വഴക്കിനൊന്നും പോകണ്ട. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഇനി അമ്മയുടെ സ്വത്തും കൂടി കിട്ടിയിട്ട് വേണോ നിനക്ക് കഴിയാൻ? വിമല മകനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടാതിരി. ആലോചിക്കട്ടെ ഞാൻ എന്ത് വേണമെന്ന്. നെല്ലിക്കാട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ പിടിച്ചു നിന്നാലോ എന്നാണ് എൻ്റെ ആലോചന. ശത്രുവിൻ്റെ ശത്രു മിത്ര എന്നല്ലേ ടീച്ചോ അർത്ഥം വെച്ച് ചിരിച്ചു. നിന്റെ ഉദ്ദേശം നടക്കില്ല മോനെ. പപ്പയുടെ ശത്രുവാണ് ഗോപാലനും മകനും, അതിലേറെ ആലോഷിയുടെ. അവരുമായി നീ ബന്ധം സ്ഥാപിക്കാൻ പോയി എന്നറിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല പപ്പ. നിന്റെ മുന്നിൽ കുട്ടിക്കളിയുമായി നിൽക്കുന്ന പപ്പയെ മാത്രമേ നിനക്കറിയൂ. പപ്പയുടെ മറ്റൊരു മുഖം നീ കണ്ടിട്ടില്ല ഇതുവരെ. നീ വെറുതെ ആവശ്യമില്ലാത്തതിന് പോകാൻ നിൽക്കണ്ട. അമ്മയ്ക്ക് കൂടി തടുക്കാൻ പറ്റിയെന്ന് വരില്ല. വിമല പറഞ്ഞു കെട്ടി ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു ടീച്ചർ. അലോഷി വരുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു ചന്ദന. സമയം സന്ധ്യയോടടുത്തു. ഏട്ടത്തി, എന്നത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇച്ചു ഇപ്പം വരും. ചാരു അവളുടെ ഇരിപ്പ് കണ്ടിട്ട് പറഞ്ഞു. അതല്ല മോളെ, പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ ഓഫായിപ്പോയെന്ന് തോന്നുന്നു. ചന്ദന പറഞ്ഞു കിട്ടി ചാരു ചിരിച്ചു. മറന്നുപോയി കാണും ചാർജിലിടാൻ. പിന്നെ ഇന്ന് കാലത്ത് തൊട്ട് തിരക്കല്ലേ, ഏടത്തി ടെൻഷൻ ആവാതെ. ഇതേ സമയം അലോഷി നായരേട്ടൻ്റെ കടയിലെത്തി. മോനെ, എന്തായി പോയ കാര്യങ്ങൾ? നായരേട്ടനും മാലതി ചേച്ചിയും ആകാംക്ഷയോടെ ചോദിച്ചു. കടയടച്ച് കണക്കുകൾ എഴുതുകയായിരുന്നു മോഹൻ. എല്ലാം ഭംഗിയായി നായരേട്ടാ. ഇനി നമ്മുടെ പ്രൊഡക്ട്സ് പറയുന്ന ഡേറ്റിൽ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ വീണ്ടും ബിസിനസ് ലോകത്തിലേക്ക്. എല്ലാവരെയും നോക്കി കൈകളൊന്ന് ഞൊട്ട വിടുവിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി. കണക്കൊക്കെ നാളെ നോക്കാം, ഞാൻ ചെല്ലട്ടെ. ഫോൺ ഓഫായിപ്പോയി. പിന്നെ ചന്ദന വിഷമിച്ചിരിക്കുകയായിരിക്കും. പറഞ്ഞിട്ട് ഭാഗമെടുത്ത് അലോഷി ബുള്ളറ്റിൻ്റെ കീ വാങ്ങി. ബുള്ളറ്റിൽ കയറി ഓടിച്ചു പോകുന്ന അവനെ നോക്കി നിന്നു അവർ. എന്തായാലും എൻ്റെ കുഞ്ഞ് അഭിമാനമുള്ളവനാണ്. ആരുടെയും സഹായമില്ലാതെ തന്നെ അവൻ ജയിച്ചു കയറി. നായരേട്ടൻ പറഞ്ഞു. അതെ അച്ഛാ, അല്ലെങ്കിലും അലോഷി വാശിയോടെ എന്തെങ്കിലും ചെയ്താൽ അത് വിജയത്തിലെത്തും. ചെറുപ്പം തൊട്ടുള്ള ശീലമാണ് അവൻ്റെ. അവനോളം ചങ്കുറപ്പും മനോധൈര്യവും ഈ പാലയിൽ ആർക്കും ഉണ്ടാകില്ല. കൂട്ടുകാരനെക്കുറിച്ച് പറയാൻ 100 നാവായിരുന്നു മോഹന്. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും ചന്ദന എഴുന്നേറ്റ് പെട്ടെന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. ഏട്ടത്തി, പതിയെ, വയറ്റിലൊരു കൊച്ചുകുട്ടിയുണ്ട്, അത് മറക്കണ്ട കേട്ടോ, ചാരു ശാസനയോടെ പറഞ്ഞു. ചന്ദനയെ കണ്ടതും ആലോഷി പുഞ്ചിരിച്ചു. തൻ്റെ പ്രണയത്തെ കുറച്ച് ദിവസമായി കാണാത്തത് കൊണ്ട് അവളും അതേ ഭാവത്തിൽ അവനെ നോക്കി. വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ലല്ലോ വെച്ചാ? ചന്ദന വണ്ടി നിർത്തുന്ന അലോഷിയുടെ തൊട്ടടുത്ത് നിന്നോട് ചോദിച്ചു. ഫോൺ ഓഫായിപ്പോയി. പിന്നെ ചാർജിലിടാൻ നിന്നില്ല. എന്തായാലും ഇവിടേക്കല്ലേ വരുന്നത്. വീടിൻ്റെ ഇറയത്ത് വണ്ടി ഒതുക്കി വെച്ച് ചന്ദനയും ചേർത്ത് പിടിച്ച് ബാഗ് ചാരുമുള്ള കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അലോഷി. അല്ല, ഇന്ന് മേരി ചേച്ചി വന്നില്ലേ? അലോഷി അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു.
ചേച്ചിക്ക് ഇന്നലെ രാത്രി മുതൽ ചെറുതായി പനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏട്ടത്തേക്ക് പനി പിടിക്കണമെന്ന് കരുതി വന്നില്ല. ചാരു പെട്ടെന്ന് പറഞ്ഞു. അത് നന്നായി. അല്ലെങ്കിൽ എന്തെങ്കിലും മടുത്തോടെ പോയാൽ മതി ഇവൾക്ക്. ചന്ദനയുടെ മൂക്കിൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് അലോഷി പറഞ്ഞു. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അവരെ തനിയെ വിടാൻ വേണ്ടി ചാരു പറഞ്ഞു. അലോഷി റൂമിലേക്ക് കയറി. ഞാൻ ചായ എടുത്തിട്ട് വരയച്ചാ പറഞ്ഞുകൊണ്ട് തിരിയാൻ നിന്ന ചന്ദനയെ വട്ടം പിടിച്ച് വാതിലടച്ച് ലോക്കാക്കി വീട്ടിലേക്ക് ചാഞ്ഞു അവൻ. അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു കണ്ണുകളിലേക്ക് നോക്കിയവൾ. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാതെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പൊന്നെ. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. എനിക്കും ഈ ഹൃദയമെടുപ്പ് കേൾക്കാതെ വയ്യേച്ചാ കുറുക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അതിരം പതിപ്പിച്ചു അവളെ ഇറുക്കെ പുണർന്നു അവൻ. 4 ദിവസം കാണാതിരുന്നതിൻ്റെ പ്രണയം പരസ്പരം കൈമാറിയവർ. അവൻ്റെ അതിരം അവളുടെ മുഖത്തും കഴുത്തിലും അരഞ്ഞു നടന്നു. അവളുടെ വിരലുകൾ അവനിൽ മുറുകി. ചെറുതായി വീർത്ത വയറിൽ അവൻ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. അവളുടെ ശരീരം വിറകൊണ്ടു. അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവൾ. ചന്തു, എൻ്റെ കൊച്ചിന് ശ്വാസം മുട്ടുന്നുണ്ടോ? പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ കാതരം ചോദിച്ചു അവൻ. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ പ്രണയം കണ്ട് അവളുടെ മുഖം തൊടുത്തു. ഇച്ചാ, എനിക്ക് പറയാൻ വന്നത് മുഴുവിപ്പിക്കാതെ അവൻ്റെ നെഞ്ചിൽ മുഖം പൊളിപ്പിച്ചു അവൾ. ചന്തു, അവൻ്റെ സ്വരം മാത്രമായി അവളുടെ കാതിലലിഞ്ഞു ചേർന്നു. തഴുകി തലോടിക്കൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ്റെ പുറത്ത് അവളുടെ നഖം കോറി വരച്ചു. നേരിയ കിതപ്പോടെ അവളിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു അവൻ. വിയർപ്പിൽ നനഞ്ഞൊട്ടിയ അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾ വിരലോടിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തലവെച്ച് കിടന്നു അവൾ. അപ്പോഴും അവൻ്റെ കൈകൾ അവളെയും പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഈ നിമിഷം അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി ചന്ദന. അപ്പോൾ ചാരി കുള്ളി കഴിഞ്ഞ് വരുമ്പോഴും ബെഡ്റൂമിൻ്റെ വാതിൽ അടഞ്ഞു തന്നെ കിടന്നു. ചന്ദന അലോഷിയുടെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് കിടക്കുക തന്നെയായിരുന്നു. മതി വരാത്തതുപോലെ അല്ലാശാലും ക്ഷീണവും കൊണ്ട് അലോഷി കിടന്നങ്ങ് മയങ്ങിപ്പോയിരുന്നു. ചന്ദന പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. വയറിന് അടിയിലൊരു കൊളുത്തി വലിവ് പോലെ പതിയെ അടിവയറ്റിൽ വലതുകരം ചേർത്ത് വെച്ച് ബാത്റൂമിലേക്ക് നടന്നു അവൾ. ഒന്ന് ഫ്രഷായി തിരികെ വരുമ്പോൾ ചാരു TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ച് നല്ല ഉറക്കമാണ് ഏട്ടത്തി. ചാരു TV-യിൽ നിന്നും ശ്രദ്ധ മാറ്റിക്കൊണ്ട് ചോദിച്ചു. അവിടെ പോയിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മുഖം വിളറിക്കൊണ്ടാണ് ചന്ദന അത് പറഞ്ഞത്. ചാരുവിന് എല്ലാം മനസ്സിലാകും. അവൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു കൺട്രോൾ നല്ലതാണെന്ന് മനസ്സിലോർത്തു ചന്ദന. ഒരു കാർ വന്ന മുറ്റത്ത് നിന്നും ചാരു സംശയിച്ചുകൊണ്ട് ചന്ദനയെ നോക്കി. ചേട്ടയായിരിക്കും, വാതിൽ തുറക്കും മോളെ. ചന്ദന പറഞ്ഞപ്പോൾ ചാരു പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്ത് നിൽക്കുന്നവരെ കണ്ട് ചാരു ഞെട്ടി പകച്ച് ചന്ദനയെ നോക്കി. എന്താ മോളെ, ആരാ വന്നത്? ചന്ദന ചോദിച്ചുകൊണ്ട് വയറിൽ കൈ പിടിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റു. ടോണി ഇളയപ്പൻ. ചാരു പറഞ്ഞു കേട്ട് പകച്ച് നോക്കി ചന്ദനയും. ഞാൻ ഇച്ചായനെ വിളിക്കട്ടെ. ചന്ദന പെട്ടെന്ന് തന്നെ റൂമിലേക്ക് നടന്നു. തിരിഞ്ഞു കിടന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു അലോഷി. അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി വിളിച്ചു ചന്ദന. അവളുടെ വെപ്രാളത്തോടെയുള്ള വിളി കേട്ട് ഞെട്ടി ഉണർന്നു അലോഷി. എന്നതാ പെണേ, എന്തുപറ്റി? ചന്ദനയുടെ വിളറി വെളുത്ത മുഖം കണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു അലോഷി. പുറത്ത് ടോണി. ബാക്കി പറയുന്നതിന് മുൻപേ ചാടി എഴുന്നേറ്റു അലോഷി. മുണ്ടൊന്നുകൂടി മൂർക്കി കൊടുത്ത് പുറത്തേക്കിറങ്ങി. മുറ്റത്ത് വരാന്തയിലെ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ മുറ്റത്ത് നിൽക്കുന്ന 3 പേരെയും കണ്ടു അവൻ. മോനെ വിളിച്ചിട്ട് ടോണി ഇളയപ്പൻ മുന്നോട്ട് വന്നു. ടീച്ചർ കാറിൽ ചാരി നിൽക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അലോഷി മുറ്റത്തേക്കിറങ്ങി. മോനോ? ആരുടെ മോൻ? ആ വിളിയൊക്കെ കാതോർത്ത് നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ കഴിഞ്ഞുപോയി. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരണമെന്നില്ല. പുതിയ ബന്ധം കൂടാനും എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനുമില്ല. ഞാൻ വാടക കൊടുക്കുന്നതാണെങ്കിലും ഇതെൻ്റെ വീടാണ്. വീട്ടിൽ കയറി വരുന്നവരോട് മാന്യത വിട്ട് പെരുമാറണ്ട എന്ന് കരുതിയാണ്. ഇല്ലെങ്കിൽ നിങ്ങളെ കഴുത്തിനെ പിടിച്ച് വെളിയിൽ തള്ളാൻ എനിക്കറിയാം. എന്നെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. നിങ്ങളുടെ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഉണ്ടായിട്ടും അനാഥനായത് അലോഷി. ഇപ്പം ഞാൻ ഈ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. തെരുവിൽ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. അവരുടെ ദുരിതങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ അതിലും എത്രയോ ഭേദമാണ്. നെല്ലിക്കാട്ടിൽ നിന്നും ഒരാളുടെ നിഴലിൽ പോലും ഇനി എൻ്റെ മുറ്റത്ത് വീഴരുത്. നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. കാരണം പലപ്പോഴും ഞാൻ കേട്ട് തഴമ്പിച്ചു. ഇനിയൊരു മടങ്ങി വരവില്ല. അലോഷി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. മോനെ, നീ ഇല്ലാത്ത വീട്ടിൽ എന്നെയും ഇവരെയും കയറ്റില്ലെന്ന് പറഞ്ഞു അമ്മച്ചി. നിന്നെ കൂട്ടിക്കൊണ്ടു വന്നാൽ മാത്രമേ എന്നെ നെല്ലിക്കാട്ടിൽ കയറ്റത്തുള്ളൂ എന്ന്. അങ്ങനെയെങ്കിലും നിന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് അമ്മച്ചി ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അനുസരിച്ചിരുന്ന അലോഷി ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മോൻ്റെ മനസ്സിലെ നന്മ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം. നീ തിരിച്ചു വരണം മോനെ നെല്ലിക്കാട്ടിലേക്ക്. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിൻ്റെ കാല് പിടിക്കാം. ടോണി ഇളയപ്പൻ മുന്നോട്ട് വന്ന് കുനിയാൻ നിന്നപ്പോൾ അലോഷി പിന്നോക്കം മാറി.
അവൻ്റെ മുഖത്ത് പരിഹാസച്ചിരി വിരിഞ്ഞു. നിങ്ങളിപ്പോൾ വേദനിക്കുന്നതിൻ്റെ 100 ഇരട്ടി വേദനയോടെ ഞാൻ നിന്നിരുന്നു. ആ ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ച് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇവരടക്കം. അന്നെന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെ കൊലപ്പെടുത്തിയവൻ എന്ന കുറ്റം എൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുമായിരുന്നു. എന്ന് എന്നെ വിശ്വസിച്ച് കൂടിയ ഇവളുടെ മനസ്സിലെ നന്മയാകാം ചിലപ്പോൾ. ചേർത്ത് പിടിക്കാൻ അന്നൊരു കാര്യങ്ങളും മലോഷി കണ്ടില്ല. നെല്ലിക്കാട്ടിൽ കുറ്റം പറയാനും വിധി എഴുതാനും മാത്രമേ എല്ലാവരും ഇരുന്ന് നിന്നുള്ളൂ. അതുകൊണ്ട് ഇനി എനിക്കൊരു മടങ്ങി വരവില്ല. പിന്നെ നിങ്ങളുടെ മോൻ ഇവരിന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കൂടെ നിന്ന് ചതിക്കും ഇവൻ. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. സൂക്ഷിച്ചാൽ അവസാനകാലം സമാധാനത്തോടെ ജീവിക്കാൻ 2 പേർക്കും. അതല്ലെങ്കിൽ ആലോഷി ടീച്ചറെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, നിങ്ങളുടെ വീട്ടിൽ കയറി വന്നു എന്നത് ഞാൻ ചെയ്ത തെറ്റ്. എന്നെക്കുറിച്ച് വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ. ചീറിക്കൊണ്ട് ആലോഷിക്ക് നേരെ പാഞ്ഞെടുത്ത ടീച്ചറെ ടോണി പിടിച്ചു വെച്ചു. വേണ്ടാതിനോ? കണ്ട പെണ്ണുങ്ങളെ പറഞ്ഞ് മാറ്റി ഓഫീസ് റൂമിലേക്ക് കിടപ്പുമുറിയിലേക്കും കൊണ്ടുവരുന്നതാണടാ നിന്റെ മാന്യത. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയൊക്കെ തന്നെയാണ്. പക്ഷേ അന്തസ്സുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? ഒരുത്തിയെയും പറഞ്ഞ് പറ്റിക്കാതെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, അന്തസ്സോടെ ജീവിക്കുക. അതല്ലാതെ നാട്ടിൽ കണ്ട പെണ്ണുങ്ങളെ മുഴുവനും. ആലോഷി തുറന്നു പറഞ്ഞപ്പോൾ ചൂളിപ്പോയി ടീച്ചർ. തൻ്റെ പിന്നാലെ ആലോഷിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് അപ്പോഴാണ് അവന് മനസ്സിലായത്. കണ്ണുകൾ ചുവന്നു അവൻ്റെ. സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് തന്നെ താഴ്ത്തി കെട്ടിയത്. ആലോഷിയുടെ പക അവൻ്റെ കണ്ണിലെരിഞ്ഞു. പൊന്നുമോൻ ഒന്നുകൂടി ഓർത്തു. നെല്ലിക്കടൻ്റെ രക്തത്തിൽ ജനിച്ചതാണ് നീയും. പക്ഷെ നിന്റെ ചെയ്തികൾ പലപ്പോഴും അതിനോട് ചേരുന്നില്ല. നിന്റെ കയ്യിരിപ്പ് കൂടുതലും ചെയ്യുന്നത് ജഗനോടും അവൻ്റെ ചേച്ചിയോടുമാണ്. അതിനുള്ള ഫലം കിടന്ന് നരകിച്ചുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് നീ കണ്ണിൽ കണ്ടല്ലോ അല്ലേ? ആലോഷി പറഞ്ഞപ്പോൾ 3 പെടമുഖങ്ങളിലും അമ്പരപ്പം നിറഞ്ഞു. ഞാനിതൊക്കെ എങ്ങനെ അറിയുന്നതെന്നായിരിക്കും. ഒരിക്കൽ കുഴിയിൽ വീണു പോയവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുഴി കാണുമ്പോൾ തന്നെ മുൻകരുതലെടുക്കാൻ ആലോഷി പഠിച്ചു കഴിഞ്ഞു. അവൻ്റെ കൂടെ എങ്ങനെയും കൂടി നീ എനിക്കിട്ട് പണിയാമെന്ന് കരുതിയാൽ മോനെ നിനക്ക് തെറ്റി. സ്വന്തം ബന്ധമൊന്നും ഞാൻ ഓർക്കില്ല ഇനി അങ്ങോട്ട്. നെല്ലിക്കടമാട് കുടുംബക്കല്ലറയിൽ ആദ്യം ചെന്ന് ചെയ്യുന്നത് നീയായിരിക്കും. ഓർത്തു വെച്ചോ. നീ നന്നായിട്ട്. ചൂണ്ടുവിരൽ ഉയർത്തി ടീച്ചറെ നോക്കി ആലോഷി അത് പറഞ്ഞപ്പോൾ ടീച്ചറുടെ നെറ്റിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. മോനെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? ജഗനുമായി ഇവൻ കൂട്ടുകൂടില്ല. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ടോണി മകൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ വിശ്വാസം. ഞാൻ ആരുടെയും വിശ്വാസത്തിനെതിരല്ല. പക്ഷെ മകന് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ജഗൻ്റെ കൈകൊണ്ടായിരിക്കും ഇവൻ്റെ നാശം. ഇനി ഇവൻ പറയട്ടെ ജഗനുമായി ബന്ധം കൂടാൻ ഇവൻ പോയിട്ടില്ലെന്ന്. ആലോഷിയുടെ കണ്ണുകൾ കുറുകി. ടീച്ചർ പരിഭ്രമിച്ചുകൊണ്ട് അവനെ നോക്കി. പറയടാ, നീ ജഗനെ കാണാൻ പോയിരുന്നോ? അമ്മയുടെ കൂടെ അല്ലാതെ. പപ്പയുടെ സ്വരം വല്ലതെ മാറിയിരിക്കുന്നത് അറിഞ്ഞു ടീച്ചർ. അത് പിന്നെ ഞാൻ കാലത്ത് കണ്ടിരുന്നു. അത് കേട്ടി വിമല ഞെട്ടിക്കൊണ്ട് മകനെ നോക്കി. താൻ പറഞ്ഞിരുന്നതാണ് അവനോട് ജഗനുമായിട്ട് കൂട്ടുകൂടാൻ നിൽക്കണ്ടെന്ന്. ഈശ്വര, ഇനി എന്തൊക്കെ കാണണമെന്തോ. അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി വിമല. എടാ ദ്രോഹി, നിന്നെ ഞാൻ. പാഞ്ഞു ചെന്ന് മകൻ്റെ കനത്ത് ആഞ്ഞടിച്ചു ആ പിതാവ്. കുടുംബത്തിൻ്റെ ശത്രുവുമായി ബന്ധം സ്ഥാപിക്കാൻ പോയിരിക്കുന്നു അവൻ. തറവാടിൻ്റെ അന്തസ്സ് കളഞ്ഞു കുളിക്കാൻ. ദേഷ്യം കൊണ്ട് വിറച്ച് ടോണി. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും ഇവൻ്റെ ചിന്ത. നിങ്ങൾക്ക് പിന്നിൽ എപ്പോഴും ആലോഷിയുടെ ഒരു കണ്ണുണ്ട് എന്നറിയാമോ? പതുങ്ങിയിരിക്കുന്ന ശത്രു ഒരിക്കലും മടങ്ങിയിരിക്കില്ല. പ്രത്യേകിച്ച് എതിരാളി എന്ന് പതറി നിൽക്കുന്ന സമയത്ത്. അവരുടെ എതിരാളി ഞാനാണ്. എനിക്ക് ക്ഷീണം സംഭവിച്ചതുകൊണ്ട് എന്നെ ഒന്നുകൂടി തളർത്താനുള്ള മാർഗമാകും ശത്രു തേടുന്നത്. ജഗൻ ഒരുക്കുന്ന കെണിയിൽ പെട്ടെന്ന് വീഴുക ഇവൻ തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഇവനെ തേടി അവൻ ബാറിലേക്കും ചെന്നിരുന്നു. അന്ന് മുതൽ നോട്ടമിട്ടതാണ് ഇവനെ ഞാൻ. വല്യമിച്ച് വീട്ടിൽ കയറ്റാത്ത ദേഷ്യത്തിന് ഇവൻ അവനെ തേടി ചെല്ലുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആലോഷിയുടെ മുഖം ചുവന്ന് തൊടുത്തു. അരിശൻ കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ. എടാ മഹാഭാവി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനുമായി കൂട്ടുകൂടാൻ പോകരുതെന്ന്. എന്നിട്ട് നീ? വിമല മകൻ്റെ ഷട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ എന്നെ കാണാൻ വന്നതാ, ടീച്ചർ വിക്കിക്കൊണ്ട് പറഞ്ഞു. കള്ളം, പച്ചക്കള്ളം. അവനെ ഫോണിൽ വിളിച്ച് ഹോട്ടൽ പ്ലാസയിൽ കാണാമെന്ന് പറഞ്ഞത് നീയല്ലേ? ആലോഷിയുടെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു. അതുകൂടി കേട്ടപ്പോൾ താൻ പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പായി ടീച്ചോയ്ക്ക്. ഇന്നലെ രാത്രി താൻ ജഗനെ വിളിച്ച് സംസാരിച്ചത് വരെ ചിലപ്പോൾ ഇയാൾ അറിഞ്ഞു കാണുമെന്ന് ചിന്തിച്ചു പോയി അവൻ. എനിക്കിനി ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ആലോഷി തിരിഞ്ഞു നടന്നു. ഒന്നും പറയാനാകാതെ തല കുനിച്ച് ടോണി. പോകാം. വിമല അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. ടോണി യാന്ത്രികമായി വണ്ടി ഓടിച്ചു. ഇനി ഇവിടെ ആരെയും കാണാനും പറയാനും ഒന്നുമില്ല. നേരെ തൃശ്ശൂർക്ക് വിട്ടു അവൻ. അല്ല, എന്താ ഇവിടെ നടന്നത്? അകത്തേക്ക് കയറി വന്ന ആലോഷി നോക്കി ചോദിച്ചു ചാരു. ജഗൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇവൻ അറിയില്ല. പക്ഷെ എനിക്ക് നന്നായി അറിയാം. കാരണം പക, അത്
അവിടെ കൂടപ്പിറപ്പാണ്. ഞാൻ ഈ അവസ്ഥയിലാക്കിയത് ഞാനാണെന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് എന്നെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ ബലിയാടാകാൻ കണ്ടുപിടിച്ചത് ഇവനെയും. ജഗൻ്റെ കൂട്ടാളികളിൽ ഒരുവൻ ചോർത്തി തരുന്ന അറിവ് വെച്ചാണ് ഞാനിതൊക്കെ അറിയുന്നത്. അവൻ്റെ നീക്കങ്ങൾ അറിയേണ്ടത് എൻ്റെയും ആവശ്യം കൂടെയാണ്. കാരണം നെല്ലിക്കാട്ടിൽ അലോഷിയുടെ സംരക്ഷണമില്ലെന്ന് ശത്രുവിന് നന്നായിട്ടറിയാം. ബിസിനസ്സിലെ തകർച്ചയ്ക്കും പിന്നിലെ കാരണവും അവർ തന്നെയാണ്. കുറച്ചുകൂടി എൻ്റെ അനിയന്മാർ പഠിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് എനിക്ക് വിശദമായി ഒന്ന് കാണണം ജഗനെ. ഗോപാലൻ്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഈ മെല്ലപ്പോക്ക് നയമാണ് നല്ലത്. അലോഷിയുടെ വില എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകണം. അത് പ്രതികാരമല്ല, വേദനയാണ്. കറിവേപ്പില പോലെ വലിച്ചെറിയുമ്പോഴുള്ള വേദന കൊണ്ട് ഉടലെടുത്തത്. പറഞ്ഞുകൊണ്ട് ടർക്കിയെടുത്ത് തോളിലിട്ട് ബാത്റൂമിലേക്ക് നടന്നു അലോഷി.